ബ്രോഡായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 2 കാറ്റഗറീസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒന്ന് ഈ ട്രോമ, Right. ഇഞ്ചുറീസ് എന്നുള്ള അതാണ് ഏറ്റവും കൂടുതൽ പ്രോബബ്ലി നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഇഞ്ചുറീസ് ആണ് ഇന്ന് നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള, നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമണസ്റ്റ് ഡിസീസ് വേണമെങ്കിൽ നമുക്ക് ഫ്രാക്ചേഴ്സ് എന്ന് പറയാൻ പറ്റും. കാരണം അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും, പർട്ടിക്കുലർലി ഹൈ വെലോസിറ്റി ഇഞ്ചുറി. Injuries. അപ്പം അതിൽ ഇപ്പോൾ ചിലപ്പോൾ ബോൺ പൊട്ടി പുറത്തേക്ക് വരിക, സ്കിന്ന് പൊട്ടി പുറത്തേക്ക് വരുന്നു, ഒരു സെഗ്മെന്റ് ഓഫ് ബോൺ ഈ ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോകും. അതാണ് ഒരു പോസിബിലിറ്റി. അതിന് ബോൺ ലോസ്. ഈ ബോൺ ലോസ് തന്നെ അത് കൂടാതെയും വരാം. ഇപ്പോൾ ഒരു ഫ്രാക്ചർ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഏരിയ ഓഫ് ബോണിൻ്റിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ആ സെഗ്മെന്റും പതുക്കെ ഒന്നിലോ ദ്രവിച്ചു പോകും, അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയേണ്ടി വരും. അത് യോജിക്കുന്നില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് റീസൺ ബോൺ ലോസ് ഉണ്ടാവാനുള്ളത്. ഇത് രണ്ടുമാണ് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെയുള്ളത് ഈ റീസൺ ഒന്നും ഇല്ലാതെ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നമ്മൾ ഈ മുട്ടിന് താഴെയുള്ള ഭാഗം നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലോവർ തേർഡ് ഏറ്റവും ബ്ലഡ് ഫ്ലോ കുറഞ്ഞ ഏരിയ ആണ് ബോണിനെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ ഈ നോൺ യൂണിയൻ, അതായത് ബോൺ ഹീൽ ചെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചെറിയ സെഗ്മെന്റ് ബോൺ അവിടെ നിന്ന് കളയേണ്ടി വരും, ബ്ലഡ് ഫ്ലോ ഉള്ള ബോണിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബോൺ ലോസ് ഉണ്ടാകുന്നത്. അതാണ് ഒരു ഏരിയ നമ്മൾ ഈ ലിസറോ ടെക്നോളജി വെച്ച് കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 സെന്റിമീറ്റർ വരെയുള്ള ബോൺ ലോസ് വലിയ എവിഡന്റ് ആവില്ല. നമ്മൾ അതിനെ അടുപ്പിച്ച് എല്ലിനെ യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇത് പറയാനൊരു രസകരമായ കാരണം കൂടിയുണ്ട്. ഞാൻ ഈ ലെങ്തനിങ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഫീൽഡിലാണെങ്കിലും എൻ്റെ കാല് ബേസിക്കലി 1.75 സെന്റിമീറ്റേഴ്സോളം ഷോർട്ടാണ്, 1 leg. ദാറ്റ് ഇസ് ബൈ ബർത്ത്. സോ പീപ്പിൾ ആസ്ക് മീ, ഈ ചെറിയ ചില 1 സെന്റിമീറ്റർ 1.5 സെന്റിമീറ്ററുകൾ ലെങ്ത്തിന്റെ ഡിഫറൻസ് ഉള്ളവർ വരുമ്പോൾ എനിക്ക് ഈസിയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്, ബിക്കോസ് ഒരു എക്സാമ്പിൾ ഉണ്ട് മുമ്പിൽ. പക്ഷെ 2 സെന്റിമീറ്റേഴ്സിൽ മേലെയൊക്കെ ലോസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ നമ്മൾ ആ ലെങ്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഹെൽത്തി ഏരിയയിൽ ഈ റിങ് ഇട്ട് ഒരു സെഗ്മെന്റ് ഓഫ് ബോൺ സപ്പോസ് ഉണ്ടെങ്കിൽ 2-3 റിങ് ഇട്ടിട്ട് ബോൺ കട്ട് ചെയ്തിട്ട് ഈ റിങ്ങുകളുടെ ഇടയിലുള്ള അഡ്ജസന്റ് റിങ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അത് അറ്റ് ദ റേറ്റ് ഓഫ് 1 millimeter per day. അപ്പോൾ 1 millimeter per day ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് 2 ബോൺ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് 1 millimeter വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ അപ് ടു 6-7 സെന്റിമീറ്റേഴ്സ് ഒക്കെ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ആ ബോൺ ഹീൽ ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററിന് 1 month എന്നുള്ളതാണ് കണക്ക്. സോ ഇഫ് യു ആർ ഗെയിനിങ് 6 or 7 സെന്റിമീറ്റേഴ്സ്, അത്രയും നാള് നമ്മൾ ആവറേജ് ഈ റിങ് കാലിൽ റീറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയിട്ട് മാത്രമേ നമ്മൾ ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് വൺ ബ്രോഡ് ഏരിയ. സെക്കൻഡ്, ഈ പറയുന്ന ബർത്ത് ഡിഫോമിറ്റീസ് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടൊക്കെ ഉണ്ടാവുന്ന കാല് വളഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സംഗതികളൊക്കെയാണ് അടുത്ത സെറ്റ് ഓഫ് കാര്യങ്ങളുള്ളത്.